ദിസ് ഇസ് അനൂപ് ഹിയർ. കുറച്ച് പേരോട് ഞാനിങ്ങനെ ചോദിക്കും, ഇൻവെസ്റ്റർ ആണോ ട്രേഡർ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ പറയും നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ആണ്, ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആണെന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കും ഏത് സ്റ്റോക്കൊക്കെയാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്, എത്ര നാളായി ഇൻവെസ്റ്റ് ചെയ്യണേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചില ആളുകൾ പറയും ഞാൻ 2 years ആയി. അപ്പോൾ അതിന് ഞാൻ ചോദിക്കും അപ്പോൾ ഇനി എത്ര നാൾ ഹോൾഡ് ചെയ്യും, ലോങ് ടേം എന്ന് പറയുന്നത് എത്ര നാൾ ഹോൾഡ് ചെയ്യാനാണ് പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അവർക്കൊന്നും മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അതിനൊരു ഉത്തരം ഉണ്ടാവില്ല. കാരണം അവരിങ്ങനെ ആലോചിക്കും, ശരിയാണല്ലോ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആണ്, ഇത് ഇനി എപ്പോഴാണ് സെല് ചെയ്യുക എന്ന് ആലോചിക്കും. 2 ടൈപ്പ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഓക്കെ ഇന്ന ഷെയറിൽ ഞാൻ ഈ വിലയ്ക്ക് എനിക്ക് കിട്ടിയോണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം, നല്ല കമ്പനിയാണ്, ഇന്ന വിലയ്ക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു, 10 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണം ആകുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ മക്കൾ എത്ര പ്രായമാകുമ്പോഴായിരിക്കും ഞാനത് നോക്കാം, അപ്പോൾ നല്ലൊരു വെൽത്ത് ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഗോൾ സെറ്റ് ചെയ്ത് ഓക്കെ ഇത്ര കൊല്ലം നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സാഹചര്യം മൂലം ഷോർട്ട് ടേം ചെയ്യുന്ന ആളുകളാണ്. ഇൻട്രാഡേയും ചെറിയ ഷോർട്ട് ടേമും സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ സാഹചര്യം മൂലം ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആവേണ്ട വന്നു. അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട്. ഇപ്പൊ നമ്മൾ കുറച്ച് ആളുകളുടെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കിയാൽ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഷെയർ എന്ന് പറഞ്ഞാൽ ഒന്ന് DHFലും അതേപോലെ തന്നെ യെസ് ബാങ്കും ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലാഭമുള്ള സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ പോർട്ട്ഫോളിയോയിലും 10% മുകളിൽ ലാഭം ഉണ്ടാകുന്ന ഒരു ഷെയർ കാണൂല. കാരണം എന്താന്ന് വെച്ചാൽ കുറച്ച് എമൗണ്ട് ആകുമ്പോൾ ലാഭം കിട്ടുമ്പോഴത്തേക്ക് തന്നെ ഇത് സെല് ചെയ്യും. പക്ഷെ ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ആ കമ്പനിയുടെ വില കുറയുമ്പോൾ ആളുകൾക്കൊക്കെ പ്രത്യേകിച്ച് മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് വിൽക്കാൻ ഭയങ്കര മടിയായിരിക്കും. അത് എല്ലാവർക്കും ഒരു നാച്ചുറൽ ആയിട്ട് ഒരു സൈക്കോളജിയാണ്. അതായത് ഒരു ഷെയറിന്റെ വില നമ്മൾ വാങ്ങിച്ചതിനെക്കാട്ടി വില കുറയുമ്പോൾ നമുക്കൊരു ഹോപ്പ് ഉണ്ടാവും, അയ്യോ നഷ്ടം വന്നു ഇനി എങ്ങനെ സെല് ചെയ്യും, നമുക്ക് എന്തായാലും കോസ്റ്റ് പ്രൈസ് കിട്ടുമ്പോൾ സെല് ചെയ്യാന്നൊക്കെ വിചാരിക്കും. ഓക്കെ, പക്ഷെ അങ്ങനെ വിചാരിക്കും 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം ആയിരിക്കും 98 ആവും. അപ്പൊ നമ്മുടെ 98 ആകുമ്പോൾ നമ്മൾ 100 രൂപ പെട്ടെന്ന് ആവുന്നുള്ള രീതിയിലായി. 90 ആവുമ്പോൾ വീണ്ടും ആവറേജ് ചെയ്യും, 85 ആവുമ്പോൾ ആവറേജ് ചെയ്യും, 80 ആവും ആവറേജ് ചെയ്യും. അങ്ങനെ ആവറേജ് ചെയ്ത് കണ്ടമാനം നമ്പർ ഓഫ് ഷെയർസ് അവരുടെ കയ്യിലും ഉണ്ടാവും. അവര് അങ്ങനെ ഒരു ലോങ് ടേം ഇൻവെസ്റ്ററായി സൃഷ്ടിക്കപ്പെടുകയാണ്, ലോങ് ടേം ഇൻവെസ്റ്ററായി അങ്ങനെ ആവുകയാണ് ചെയ്യുന്നത്. കുറെ പേര് എടുത്ത് ചോദിക്കുന്ന ചോദ്യം, ഈ സ്റ്റോക്ക് എപ്പോഴാണ് ആവറേജ് ചെയ്യുന്നത്, ആവറേജ് ചെയ്യാമോ, ഞാനിത് ഹോൾഡ് ചെയ്യുന്നുണ്ട് ആവറേജ് ചെയ്യാമോ എന്നുള്ള ക്വസ്റ്റ്യൻ കുറെ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ യൂഷ്വലി ഒരു ഷെയർ ആവറേജ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു പേഴ്സണലായിട്ട് ഓരോരുത്തർക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡിസിഷൻ. ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് റൂൾസ് അത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ ഞാൻ പറയുന്ന പോലെ ആയിരിക്കുമല്ലോ വേറൊരാൾ ആവറേജ് ചെയ്യണത്. അപ്പൊ നമ്മുടെ ആൾക്കാരുടെ എയിമും ഓക്കെ അതുപോലെ തന്നെ അത് ആ കമ്പനിയോടുള്ള താല്പര്യവും അങ്ങനെ പല ഫാക്ടേഴ്സും ഒരു സ്റ്റോക്ക് ആവറേജ് ചെയ്യണതിലുണ്ട്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് റൂൾസ്, ഞാൻ യൂഷ്വലി ഒരു സ്റ്റോക്ക് ആവറേജ് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ 2 ക്വസ്റ്റ്യനാണ് ഞാൻ എപ്പോഴും ചോദിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ ഞാനിത് ഈ ഷെയർ ആവറേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷെയർ എത്ര നാള് ഹോൾഡ് ചെയ്യും, അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇന്ന കമ്പനി ഇപ്പൊ കുറച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ച് നല്ല രീതിയിൽ പോകാൻ സാധ്യത ഇല്ലാത്ത കമ്പനിയാണ്. അങ്ങനെ ആ കമ്പനിക്ക് എത്ര നാള് ഒരു നല്ല അല്ലാത്ത സിറ്റുവേഷനിൽ ആ കമ്പനിക്ക് റൺ ചെയ്യാൻ പറ്റും. 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ 2 ക്വസ്റ്റ്യന്റെ ആൻസർ മോർ ദാൻ 5 years ആണെങ്കിൽ ഞാൻ ആ കമ്പനിയുടെ സ്റ്റോക്ക് ആവറേജ് ചെയ്യും. ഇതാണ് യൂഷ്വലി ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു റൂള്. നമ്മൾ എപ്പോഴും ആലോചിക്കുക, ഒരു ഷെയർ 100 രൂപയ്ക്ക് വാങ്ങിച്ച ഷെയർ നമുക്ക് 95 രൂപയ്ക്ക് ആവറേജ് ചെയ്യാൻ തോന്നിയാൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഡൗട്ട്, നമ്മൾ അധികം കാലം ഈ ഷെയർ ഹോൾഡ് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആവറേജ് ചെയ്യുന്നത് പെട്ടെന്ന് ഒരു നല്ല പ്രൈസ് കിട്ടിയിട്ട് സെല് ചെയ്യാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ചെയ്യാതിരിക്കുക. 2 ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആലോചിക്കുമ്പോൾ. ഫണ്ടമെന്റൽ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, കമ്പനിയുടെ ഫണ്ടമെന്റൽസ്. അതേപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്.
ഇത് രണ്ടും നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, ഇത് രണ്ടും നോക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ 4 സെറ്റ് ഓഫ് ആൾക്കാർക്കും ആവറേജ് ചെയ്യാനായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റൂൾസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ആയിട്ട് കമ്പനിയുടെ ഫണ്ടമെന്റൽ കാര്യങ്ങൾ നോക്കി ആവറേജ് ചെയ്യാൻ താല്പര്യമുള്ള, ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഒരു കമ്പനി നോക്കും, ആ കമ്പനിയുടെ ഫിനാൻഷ്യൽസ് ഒക്കെ നോക്കും, അവരുടെ റിസൾട്ട്സും കാര്യങ്ങളും ആ കമ്പനിയുടെ മാനേജ്മെന്റ് ഒക്കെ നോക്കിയിട്ട്, റേഷ്യോസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. ഇങ്ങനത്തെ ആളുകൾ യൂഷ്വലി ഒരു കമ്പനിക്ക് ഒരു നെഗറ്റീവ് ന്യൂസ് വന്നു, ഓക്കെ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കമ്പനിയിൽ ഒരു പൊസിഷനിലുള്ള ഒരാൾ റിസൈൻ ചെയ്തു, അല്ലെങ്കിൽ കമ്പനിക്ക് ഒരു ക്വാർട്ടറിൽ മാത്രം നെഗറ്റീവ് റിസൾട്ട് വന്നു. ഞാനിപ്പോൾ എൻ്റെ ഫേവറേറ്റ് സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ടാറ്റ മോട്ടോഴ്സ് 2010-ലാണെന്ന് തോന്നുന്നു നാനോ കാറ് ഒരു പ്ലാന്റിൽ തീ പിടിച്ചെന്ന് വിചാരിച്ചിട്ട് സ്റ്റോക്കിന് നല്ല വില വന്നു. അങ്ങനത്തെ കുറച്ച് ന്യൂസ് വരുമ്പോൾ നമുക്ക് ഉറപ്പാണ് ഇതൊരു ടെമ്പററി ന്യൂസ് ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല, കമ്പനിയുടെ ഫണ്ടമെന്റലൊന്നും ഈ ന്യൂസ് കാരണം മാറിയിട്ടില്ല, പെട്ടെന്ന് ഒരു ബൗൺസ് ബാക്ക് തിരിച്ചു വരും എന്ന് വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ അപ്പോൾ ആവറേജ് ചെയ്യാം. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് ആവറേജ് ചെയ്യാം. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യം പറയണേ, ഓക്കെ. അതാണ് ഫണ്ടമെന്റൽസ് നോക്കി ആവറേജ് ചെയ്യാൻ ഉള്ള ഒരു മെത്തേഡ്. രണ്ടാമത് ടെക്നിക്കൽ അനാലിസിസ് നോക്കുമ്പോൾ ഒരു കമ്പനിയുടെ സ്റ്റോക്കിന്റെ പ്രൈസ് സപ്പോർട്ടിന്റെ താഴെ പോവാം, അതൊരു റീസൺ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് എന്നും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്, വോളിയം കൂടിക്കൊണ്ടിരിക്കുന്നതാണ്, ഓക്കെ. മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ആ സ്റ്റോക്കിന്റെ RSI 80 താഴെ പോവുകയും അതിന്റെ മൂവിങ് ആവറേജിൽ അവിടെ ഒരു ബുള്ളിഷ് ക്രോസ് ഓവർ വരികയും ചെയ്യും, ഓക്കെ. ഈ 3 റീസൺ വരികയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും, ഓക്കെ, ഈ സ്റ്റോക്കിന് ഇപ്പൊ ഷോർട്ട് ടേമിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാവും. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്യുന്നവർക്ക് ഇത് ചെയ്യാം. ഇനി രണ്ടും നോക്കുന്ന കുറെ ആളുകളുണ്ട്, ഫണ്ടമെന്റൽ അനാലിസിസും അതേപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസും നോക്കുന്ന ആളുകൾ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഓരോ ക്വാർട്ടർ കൂടുമ്പോൾ കമ്പനിയുടെ ഏർണിങ്സ് പെർ ഷെയർ അല്ലെങ്കിൽ EPS കുറഞ്ഞുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ മാനേജ്മെന്റ് എന്തെങ്കിലും ഒരു ഫ്രോഡ് കാണിക്കുക, കോർപ്പറേറ്റ് ഗവേണൻസിൽ ഒരു വലിയൊരു ഇഷ്യൂ വരാം, ഓക്കെ. യെസ് ബാങ്കിന്റെ ഇഷ്യൂ ഒക്കെ നമുക്ക് കാണാം. അത് മാത്രമല്ല മാനേജ്മെന്റും അതേപോലെ തന്നെ പ്രൊമോട്ടേഴ്സും ഈ കമ്പനീസിന്റെ സ്വന്തം ഹോൾഡ് ചെയ്യുന്ന ഷെയർസ് അങ്ങോട്ട് സെല് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് കമ്പനീസും കണ്ടമാനം ഈ സ്റ്റോക്ക് അങ്ങോട്ട് എക്സിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനത്തെ റീസൺസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഊഹിച്ചെടുക്കാം, ഓക്കെ, ഈ കമ്പനിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ട്. സാധാരണ രീതിയിൽ മാർക്കറ്റ് നല്ല പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ മാർക്കറ്റ് സ്റ്റേബിൾ ആണ്, ഓക്കെ. പക്ഷെ നമ്മുടെ ഷെയർ മാത്രം കുറച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡേയ്സിൽ വേറെ ഒരു പ്രത്യേകിച്ച് ന്യൂസ് ഒന്നും ഇല്ലാതെ താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു സംശയമില്ല, അതിൽ നിന്ന് മനസ്സിലാക്കാം എന്തോ ഒരു കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം ആ ഷെയറിന് ഉണ്ടെന്നുള്ള കാര്യം. നമുക്ക് യെസ് ബാങ്കിന്റെ ഇഷ്യൂ തന്നെ എടുക്കാം. യെസ് ബാങ്ക് 700 ലെവൽസിൽ നിന്ന് ഒരു ദിവസം 450 ലെവൽസിലേക്ക് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ഓക്കെ, DSP ബ്ലാക്ക് റോക്ക് അവരുടെ ഡെറ്റ് പേപ്പർ എന്തോ സെല് ചെയ്തതാന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഇത്രയും വലിയ പ്രശ്നം എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും ഇപ്പൊ അടുത്താണ് അറിയുന്നത്. 450 300 ആയി, 300 200 എനിക്ക് അറിയുന്ന കുറെ ആളുകൾ നല്ല എമൗണ്ടിന് ഈ സ്റ്റോക്ക് ആവറേജ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഷെയർ കഴിയുന്നതും സെല് ചെയ്തിരിക്കാം. ഇനി ഫണ്ടമെന്റലും ടെക്നിക്കലും രണ്ടും നോക്കാത്ത ആളുകളുണ്ട്. അവർക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നോ മാറ്റർ ദ റീസൺ 10% താഴെ പോയി അങ്ങോട്ട് സെല് ചെയ്തിട്ടേക്ക്, അതൊന്നും ഒരു കുഴപ്പമില്ല, സെല് ചെയ്തിട്ടേക്ക്, ഒരു പ്രശ്നമില്ല. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു സ്റ്റോക്ക് ആവറേജ് ചെയ്യണോ വേണ്ടയോ എന്ന് നോക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന 2 സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സും അതേപോലെ തന്നെ IOC. ഞാൻ കൺസിഡർ ചെയ്യുന്ന കാര്യമാണ് ഈ സ്റ്റോക്ക് ഞാൻ 5 കൊല്ലത്തിന്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഓക്കെ. അത് മാത്രമല്ല ഈ കമ്പനീസിന് കുറച്ച് ഒരു ബാഡ് സിറ്റുവേഷൻ വന്നാലും ഈ കമ്പനീസിന് ആ സിറ്റുവേഷൻ ഒരു 5 ഇയേഴ്സിന് മുകളിൽ ഹോൾഡ് ചെയ്യാനും പറ്റും, സർവൈവ് ചെയ്യാനും പറ്റും. ഈ 2 റീസൺ മതി എനിക്ക് ടാറ്റ മോട്ടോഴ്സിന്റെ അല്ലെങ്കിൽ IOCയുടെ ഷെയർ എത്ര വേറെ കൂടുതൽ പ്രശ്നങ്ങളൊന്നും വന്നില്ലെങ്കിൽ ഏത് ഡിപ്പിൽ വന്നാലും എനിക്ക് ആവറേജ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടമാനം ആളുകൾ എപ്പോഴും യൂഷ്വലി എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഷെയറിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ
വീണ്ടും പമ്പ് ചെയ്ത് ഈ ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടുവന്ന് ആ പൈസ അവിടെ ലോക്കായി കളയും. കണ്ടമാനം ഷെയർസ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യെസ് ബാങ്ക് ഉണ്ട്, DHFL ഉണ്ട്, കിങ്ഫിഷർ എയർലൈൻസ് ഉണ്ട്, അതേപോലെ തന്നെ റിലയൻസ് ക്യാപിറ്റൽ ഉണ്ട്. അങ്ങനെ കുറെ കമ്പനീസ് ഉണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ആളുകളുടെ വെൽത്ത് അങ്ങനെ ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ള കമ്പനീസാണ്. അപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കാം, നമ്മൾ സാഹചര്യം മൂലം ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആയവരാണോ അതോ ശരിക്കും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആണോ എന്നുള്ള കാര്യം. നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്തിട്ടുള്ള കുറെ ആളുകളെ എനിക്കറിയാം. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് സ്റ്റോക്കാന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യാം. നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ഏതാണെന്ന് നോക്കാം. ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.